ആരാ അത്? ഞാനാണ് സാർ, തുളസി. സാർ, സാർ. എന്താ തുളസി ഈ രാത്രി? സാർ, ബിന്ദുവിന് പനി വളരെ കൂടുതലാണ്. എന്റെ മോള് പിച്ചമ്മയും പറയുന്നു. എനിക്കാരുമില്ല. എന്റെ മോള് ഞാൻ കാണുമ്പോ അത്ര കൂടുതലല്ലായിരുന്നല്ലോ. പെട്ടെന്ന് കൂടിയതാ സാർ. എന്റെ മോള് കരിവാളിച്ച് കിടക്കുക. സാർ ഒന്ന് സഹായിക്കണം. ശരി, നമുക്കൊണ്ട് ആസ്പത്രിയിൽ എത്തിക്കാം. സാറ് വന്നില്ലേ? ഞാനിവിടെ ഉണ്ട് മോളെ. സാറ് പോകരുത്. ഇല്ല മോളെ. നീ പോയിട്ടുണ്ടോ ആര്യങ്കാവിലെ കുടിയേറ്റിന്? തെക്കേ ചിറക്കേക്കര പൂരത്താങ്കാവില്ലേ, അതിനപ്പുറത്തൊന്നും ഞാൻ പോയിട്ടില്ല. നമുക്ക് പോണം. നിന്നെ ഞാൻ കൊണ്ടുപോകും. എന്ത് ചേലാണെന്നോ, നിറയെ കച്ചവടം ഉണ്ടാവും. വെടിക്കെട്ടുണ്ടാവോ? ആ കൊള്ളാം, ഉണ്ടാവുമെന്നോ? നിനക്ക് എന്തറിയാം? ആ, ഞാൻ പോയിട്ട് വരുമ്പോ നിനക്ക് എന്താ കൊണ്ടുവരണ്ടേ? എനിക്കൊന്നും വേണ്ട, വേഗം മടങ്ങി വന്നാ മതി. നീ എന്ത് പെണ്ണ? ഞാൻ എപ്പോ എന്ത് വേണമെന്ന് ചോദിച്ചാലും വേണ്ട വേണ്ട എന്ന് തന്നെ ഉത്തരം പറയുക. ശരി, എനിക്കൊരു ചിന്തറി ചെപ്പ് കൊണ്ടുവരോ? പളങ്ക് വെച്ചൊരു ചെറിയ ചെപ്പ് മതി. കൊണ്ടുവരാം. പളങ്ക് വെച്ചൊരു ചെറിയ ചിന്തുരച്ചപ്പ്. ശരി, ഞാൻ പോട്ടെ. 2 ദിവസം എവിടെയായിരുന്നു? ആശുപത്രി. എന്തായിരുന്നു അസുഖം? ആ ബിന്ദുവിന് പനി കൂടുതലായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഗുരുശിഷ്യ ബന്ധം അതോ ഗോപി തുളസി ബന്ധമാണോ? ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാം. പറയേണ്ടത് പണ്ടേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ വകവച്ചില്ല. നിങ്ങൾ ആ സ്ത്രീയുടെ കൂടെ ഹോട്ടൽ മുറിയിലായിരുന്നില്ലേ? അല്ല. കള്ളം, പച്ചക്കള്ളം. നിങ്ങളെ രണ്ടുപേരെയും ഹോട്ടൽ മുറി വെച്ച് കണ്ടവർ ഈ നാട്ടിലുണ്ട്. സൗകര്യത്തിന് വേണ്ടി ആസ്പത്രിയുടെ അടുത്ത് ഹോട്ടലിൽ ഞാൻ ഒരു മുറിയെടുത്തു. ഒരിക്കൽ തുളസി ഇവിടെ വരികയും ചെയ്തു. കാള വാല് പൊക്കുമ്പോ കാര്യം അറിയാമല്ലോ. നിങ്ങൾക്ക് ബുദ്ധിമാന്മാരും ഞങ്ങൾക്ക് പിറ്റീടുവാണെന്ന് കരുതരുത്. ബുദ്ധി കൊണ്ട് സത്യത്തെ അപമാനിക്കരുത്. ഈ സ്ഥാപനത്തിൽ നിങ്ങൾ ചെളിവായിരുന്നു. സാർ, ഒരു ഹെഡ് മാസ്റ്റർ എന്ന നിലയ്ക്ക് സാറിന് വല്ലതും പറയാനുണ്ടോ? പറഞ്ഞൊന്നും പോലെ. അതെല്ലാം അസംബന്ധങ്ങളാണ്. 2 ദിവസം ഞാൻ സ്കൂളിൽ വന്നില്ല, അവധിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. കൂടുതൽ ചിന്തിക്കാനും വ്യാഖ്യാനിക്കാനും ഒരു ഹെഡ് മാസ്റ്റർക്ക് അധികാരമുണ്ടെന്ന് KER പറയുന്നുണ്ടോ? ഓഹോ, നിയമത്തിലേക്ക് കടന്നു. അറിവില്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ നിയമം പഠിപ്പിക്കേണ്ടി വന്നതിൽ ഞാൻ ഖേദിക്കുന്നു. സ്റ്റാഫ് റൂമിൽ താമസിക്കാനും നിയമമില്ലെന്ന് അറിയാമല്ലോ. അറിയാം. എന്നാൽ ഉടനെ ഇവിടെ നിന്ന് മാറി താമസിക്കണം. ശരി സാർ. ഗോപി സാർ, ഗോപി സാർ. സാറ് സ്റ്റാഫ് റൂമിൽ നിന്ന് മാറാൻ പോകുന്നെന്ന് കേട്ടു. അതെ. മറ്റു സ്ഥലമെല്ലാം കിട്ടിയോ? ഇല്ല. ഇനിയെങ്കിലും വേണ്ട. ടീച്ചറിന്റെ വീട്ടിലേക്ക് എന്തായാലും ഞാനില്ല. ഇപ്പോ തന്നെ എനിക്ക് ഈ നാട്ടിൽ നല്ല പേരാ. അത് ഞാൻ കാരണം ടീച്ചറിനൂടി ഉണ്ടാവരുമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ക്ഷമിക്കണം ടീച്ചർ. ടീച്ചർ മറ്റൊന്നും വിചാരിക്കരുത്. എന്നെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു, എന്റെ ചേട്ടൻ. അദ്ദേഹം മരിച്ചുപോയി. ഗോപി സാറിനെ കാണുമ്പോഴെല്ലാം എനിക്കെന്റെ ബാലേട്ടന് ഓർമ്മ വരും. അപ്പോ ഗംഭീരമായിരുന്നു പറ ഇത്തവണത്തെ കൊടിയേറ്റ്. എടാ ഗോപാല, നീ എന്തായി പറയണത്? 11 മുന്തിയ ഒടിക്കാരോട് 5.5 നാഴിക മത്സരിച്ചതിന് ശേഷമാണ് കിഴക്കടനാശാന് ജയിക്കാൻ കഴിഞ്ഞത്. അവസാനത്തെ ആ ഗരുഡൻ വെടിയുണ്ടല്ലോ, ഇതാ ഇങ്ങനെ. അയ്യോ, അല്ല ഇതെന്താ ചെയ്യാൻ പോണേ? ഒരു ചെപ്പിന് വേണ്ടി ചാടി ചാകാൻ പോണോ? നല്ല അടിയൊഴുക്ക. എന്റെ പൊന്നു മാളൂട്ടിയല്ലേ, ഞാൻ മറന്നതല്ലെന്നേ. വേണമെങ്കിൽ ആ ഗോപാലിനോട് ചോദിച്ചു നോക്ക്. എനിക്ക് ആരോടും ചോദിക്കണ്ട. ലേശമെങ്കിലും എന്നോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ. ശരി, എങ്കിൽ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. എവിടെ പോവാ? എവിടെയാന്ന്? പളങ്കി ചെപ്പ് എടുക്കാൻ. എവിടുന്ന്? പുഴയുടെ അടിയിന്ന്. എങ്ങനെ എടുക്കുക? പുഴയെ ചാടിയിട്ട്. അടി ഒഴുക്കില്ലേ? അതിന് നിനക്കെന്താ? ഒഴുക്കിൽ പോയാലും ഞാനല്ലേ പോവുക? ഞാൻ നിന്റെ ആരാ? നിനക്ക് പളങ്കി ചെപ്പല്ലേ വേണ്ടു? അതെടുത്ത് നിന്റെ കയ്യിൽ തന്നാലല്ലേ നിനക്ക് വിശ്വാസമാകൂ എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്ന് തെളിയൂ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ഞാനും വെറുതെ പറഞ്ഞതല്ലേ. അടുത്ത കൊടിയേറ്റത്തിന് ഞാൻ നിനക്ക് നല്ലൊരു ചെപ്പ് വാങ്ങിക്കൊണ്ടു തരാം. ചിരിച്ചേ, ചിരിച്ചേ.
സാറ് എങ്ങോട്ടാ പോണേ? ഒരു രൂപവുമില്ല. സാറിന് ഇഷ്ടമാണെങ്കിൽ എന്റെ വീട്ടിൽ താമസിക്കാം. അത് ബുദ്ധിമുട്ടല്ലേ മാളു? ഒരു ബുദ്ധിമുട്ടും ഇല്ല സാറേ. ദേവനത് ഇഷ്ടമാകുമോ? എനിക്ക് സമ്മതമാ സാറേ. സാറിനെ പോലത്തെ ആൺകുട്ടികൾക്ക് കയറിക്കിടക്കാൻ ഒരു സ്ഥലം തരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ സാറേ ഞങ്ങൾ മനുഷ്യന്മാരാണെന്നും പറഞ്ഞ് ഇവിടെ കഴിയുന്നത്? സാറേ അങ്ങ് നന്നാട്ടെ. വരണം സാറേ, വാ. സാർ ചായ ചായക്കടയിൽ നിന്ന് വാങ്ങിയതാണ് സാർ. ഇവിടെ കാപ്പിയും ചായ ഒന്നും ഉണ്ടാക്കില്ലേ? ഇവിടുത്തെ ചായ സാറ് കുടിക്കുമോ? ഇവിടെ എന്താ പകർച്ചവ്യാധി ഉണ്ടോ? മാളു, ഈ വീട്ടിൽ നിന്ന് ഊണ് കഴിക്കുന്നത് എനിക്ക് സന്തോഷമാണ്. പക്ഷേ ഹോട്ടലിൽ നിന്ന് ഞാൻ പേടിച്ചു മാറിയെന്ന് വരരുത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി ഊണ് കഴിക്കുന്നത്. ദാമോണ്ണൻ അറിഞ്ഞോ? ആ വാദ്യാര് മാളുവിന്റെ വീട്ടിലാ താമസം. ആ, ഇന്നലെ മുതൽ അവിടെയാ. ആ വാദ്യാർ എല്ലാ വിധത്തിലും എനിക്കെതിരായിട്ട് വരികയാണ്. നീ നോക്കിക്കോ, മാളുവിനെ ഞാൻ സ്വന്തമാക്കും. അതെന്റെ ഒരു ആഗ്രഹം. അത് വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ആ തേവനും രാജപ്പനും നല്ല കയ്യൂക്കുള്ളവരാ. ഈ ദാമോദരൻ വിചാരിച്ചതൊന്നും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല. ഇതും നടക്കും, നടത്തും. എന്തായാലും ഗോപി സാർ ഈ പള്ളിക്കൂടത്തിന്റെ പേര് കളഞ്ഞു. എന്ത് പേര് പോയെന്നേ പറയുന്നത്? ഗോപി സാർ ധൈര്യപൂർവ്വം നിന്നതുകൊണ്ട് ആ ദാമോദരന്റെ ഹുങ്കൊന്ന് കുറഞ്ഞില്ലേ? അധ്യാപക ലോകത്ത് ഇങ്ങനെ ഒരാളുണ്ടായത് അത്ഭുതമാണ്. അവൻ അധ്യാപകനൊന്നും അല്ലെന്നേ, എവിടെയായിരുന്നു റൗഡിയാ. എന്തായാലും അയാൾ ആ പൊലേന്റെ വീട്ടിൽ താമസിക്കരുതായിരുന്നു. എന്തൊരു കുറച്ചില്ല. എന്നാൽ സാറിന്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചുകൂടായിരുന്നു? ഇത്രയും കാലം ആ സാർ ഈ മുറിയിലല്ലേ താമസിച്ചത്? നിങ്ങൾ ആരെങ്കിലും വരുന്നെന്നെങ്കിലും ഒന്ന് ചോദിച്ചോ? കുറ്റം പറയാൻ എല്ലാവർക്കും സാധിക്കും. സർല ടീച്ചർ വിചാരിക്കുന്ന പോലെയല്ല. ദേവന്റെ വീട്ടിൽ താമസിക്കുന്ന വേറെ ഉദ്ദേശത്തില്ല. എന്തുദ്ദേശം? മാളു അവളെങ്ങനെ പൊട്ടിത്തെറിച്ച് നിൽക്കുകയല്ലേ, അത് തന്നെ. പിന്നെ ടീച്ചർ പൊട്ടാതെയും തെറിക്കാതെയും സൂക്ഷിച്ചുകൊണ്ടാ മതി. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. തുളസി, എന്താ? ഞങ്ങൾ ഈ നാട്ടിലെ കൊള്ളാവുന്നവർ ചേർന്ന് ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. അതറിയിക്കാനാണ് വന്നത്. എന്താണാവോ? നാളെ മുതൽ ആ സാറിന് നീ ഇവിടെ ചോറ് കൊടുക്കാൻ പാടില്ല എന്നാര് പറഞ്ഞു? എന്ന് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നു. ഗോപി സാർ ഇവിടെ ഊണ് കഴിക്കുന്നതിൽ നാട്ടുകാർക്ക് എന്താ കാര്യം? അവൻ ഈ നാടിന്റെ ശത്രുവാണ്. ഓ, നിങ്ങളായിരിക്കും മിത്രങ്ങൾ. ഞങ്ങൾ ഈ നാടിന്റെ സ്വത്ത്. ഈ സ്വത്താണ് ഈ നാടിന്റെ ഗതികേട്. തുളസി, നീ കൂടുതൽ സംസാരിക്കണ്ട. നാളെ മുതൽ ആ വാദ്യാർ ഇവിടെ വന്നെന്നറിഞ്ഞാൽ ഗോപി സാർ ഇനി ഇവിടെ വരും, ഇവിടുന്ന് ആഹാരം കഴിക്കുകയും ചെയ്യും. നിങ്ങൾ എന്തോ ചെയ്യും? നീയൊക്കെ എന്നാ ചട്ടമ്പിയായെന്ന് എനിക്കറിയാം. കൂടുതൽ കാര്യങ്ങൾ ഞെളിയരുത്. ഓഹോ, അപ്പൊ നീ അത്രത്തോളമായി. ഇത് ഹോട്ടലാണ്. ഇവിടെ ഊണ് കഴിക്കാൻ വരുന്നവർക്ക് ഞാൻ ചോറ് കൊടുക്കും. നീ കൊടുക്കും, അത് ഞങ്ങൾക്കറിയാം. എന്ത് പറഞ്ഞാ? എന്ത് പറഞ്ഞു? ഞൊടിക്കും. ഇങ്ങോട്ട് വാ, ഞൊടിക്കും. അരിഞ്ഞുകളെ ഞാൻ എല്ലാത്തിനും. ക്ഷമിക്കുന്നതിനൊരു അതിരുണ്ട്. കുട്ടപ്പാ, നമുക്ക് ദാമുണ്ണനോട് പറയാം. ആ, ചെന്ന് പറഞ്ഞു കൊടുക്ക്. അയാളെന്താ എന്നെ വിഴുങ്ങിക്കളയുവോ? ആരാ മോളെ? ആരും ഇല്ലച്ചാ. അല്ല രാജപ്പ, എന്തോ നീ എന്തിനാടാ ഈ പുറം വഴിയെല്ലാം ചുറ്റിക്കറങ്ങുന്നത്? ഒരു കയറി വാ. മോളെ, രാജപ്പനോട് ചോറുണ്ടാ? എനിക്ക് നല്ല വിശപ്പില്ല. നീ അവിടെ ഇരിയടാ മോനെ. നല്ല ഒന്നാം തരം കരിമീൻ കറിയുണ്ട്, ഞാൻ പിടിച്ചതാ. മോളെ വേഗം കൊണ്ടുപോവാ. ആ, വേഗം കൊണ്ടുവാ. തുളസി, ഇരിക്കൂ സാർ. ചോറില്ലല്ലോ സാർ. ദാമോദരന്റെ വിലക്ക് അല്ലേ? 100 ദാമോദരന്മാർ വിലക്കിയാലും ഇവിടെ അരി വെച്ചാൽ സാറിന് ചോറുണ്ട്. ഇന്ന് വൈകിട്ട് അരി വെച്ചില്ല സാർ. എന്തു പറ്റി? റോഡ് പണിക്കാർക്ക് പറ്റുകൊടുത്തു, പണം കിട്ടിയില്ല.
അരിക്കടെ കുറെ കടമുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ മടിച്ചു. പണം എന്റെ കയ്യിലുണ്ടല്ലോ. വേണ്ട സാർ, രാവിലെ അവരുടെ പറ്റ് തീർത്ത് കിട്ടും. നല്ല കപ്പ പുഴുങ്ങിയതുണ്ട്, മീൻകറിയും. സാറിന് കപ്പ ഇഷ്ടമാണോ എന്തോ? ഇഷ്ടമാണോ എന്ന്? കപ്പയും മീനും പോലെ രുചിയുള്ള ആഹാരം വേറെയുണ്ടോ? വേഗം പോയി കൊണ്ടുപോവാ. നല്ല കപ്പ പുട്ടുപോലിരിക്കുന്നു. മഴ പെയ്യുന്ന ലക്ഷണമുണ്ടല്ലോ. മതി. മഴ നിന്ന് പെയ്യുന്ന മട്ടാണല്ലോ. കുടയുണ്ടോ ഇവിടെ? ഇല്ലല്ലോ സാർ, ഒരു പഴയ കുട ഉണ്ടായിരുന്നു, അതിവിടെ നിൽക്കുന്ന ഇറക്കാൻ വീട്ടിൽ പോയപ്പോ എടുത്തോണ്ട് പോയി. അപ്പൊ പോകാൻ എന്താ ഒരു വഴി? സാറിന് വേണമെങ്കിൽ ഈ ബെഞ്ച് ചേർത്തിട്ട് തരാം. കിടന്നുറങ്ങി മഴ തോർന്നിട്ട് പോകാം. അതേ നടക്കത്തുള്ളൂ, അല്ലാതെ ഈ മഴയത്തിപ്പോ എങ്ങനെ പോകാനാ?